ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചിരിക്കുകയാണ് പ്രമുഖ നടിയും ബി.ജെ.പി. നേതാവുമായ ഖുശ്ബു സുന്ദർ. അപ്രതീക്ഷിതമായ നടിയുടെ ഈ രാജി താരം ബി.ജെ.പി. വിട്ടുപോകുമോ എന്ന ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2023 ഫെബ്രുവരിയിലാണ് നടിയെ ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. പദവി ഏറ്റെടുത്ത് 1.5 വർഷം പിന്നിടുമ്പോഴാണ് ഖുശ്ബുവിന്റെ രാജിപ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇനിയും 1.5 വർഷത്തോളം തന്നെ കാലാവധി അവശേഷിക്കവെയാണ് അവർ അപ്രതീക്ഷിതമായി രാജിവെച്ചുവെന്ന് അറിയിച്ചത്. ജൂൺ 28-നാണ് ഖുശ്ബു രാജിക്കത്ത് കൈമാറിയതെന്നാണ് സൂചന. എന്നാൽ ഇപ്പോഴാണ് രാജി സ്വീകരിച്ചത്. ദേശീയ വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഖുശ്ബുവിന്റെ രാജി സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് ഖുശ്ബു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബി.ജെ.പി. വൃത്തങ്ങളും ഇക്കാര്യം ശരിവെച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. താൻ വനിതാ കമ്മീഷൻ അംഗത്വം ഏറ്റെടുത്ത ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നും പാർട്ടിക്ക് വേണ്ടി സംവാദങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഖുശ്ബു സുന്ദർ പറയുന്നുണ്ട്. പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടാണ് രാജിയെന്നും അവർ വ്യക്തമാക്കുന്നു. തന്റെ തീരുമാനം ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയെയും സംഘടനാ സെക്രട്ടറി ബി.എൽ. സന്തോഷിനെയും അറിയിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഖുശ്ബുവിന് സീറ്റ് കിട്ടാതിരുന്നത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതിനാൽ അവർ പാർട്ടിയുമായി അകൽച്ചയിലാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ രാജി കൂടിയായപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് കടുപ്പമേറുകയാണ്. തമിഴ്നാട്ടിലെ മുതിർന്ന നേതാക്കളിൽ പലർക്കും ബി.ജെ.പി. സീറ്റ് നൽകിയപ്പോഴും ഖുശ്ബുവിനെ തഴഞ്ഞത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു. തമിഴ്നാട്ടിൽ പ്രചരണത്തിൽ പങ്കെടുക്കാതിരുന്ന ഖുശ്ബു മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണ പരിപാടികൾ സജീവമാവുകയും ചെയ്തിരുന്നു. പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി അവർ വിട്ടുനിന്നതും പലരും ചർച്ചയാക്കി. എന്നാൽ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചുവെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് താരം പറയുന്നത്. ബി.ജെ.പി. വിടുമെന്ന അഭ്യൂഹങ്ങൾ പാടെ തള്ളുന്നതാണ് ഖുശ്ബുവിന്റെ പ്രതികരണം. 2010 മുതൽ DMK-യിലായിരുന്നു അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇതിനുശേഷം DMK വിട്ട് 2014-ൽ ഖുശ്ബു കോൺഗ്രസിൽ ചേരുകയായിരുന്നു. പിന്നീട് കോൺഗ്രസ് ഉപേക്ഷിച്ച് 2020-ൽ ബി.ജെ.പി.യിൽ ചേർന്നു. തുടർന്ന് 2021-ലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി ചെന്നൈ 1000 വിളക്ക് മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. എന്നിട്ടും ഖുശ്ബുവിന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗമെന്ന പദവി നൽകി പാർട്ടി മുകളിലേക്ക് ഉയർത്തി. പിന്നീടാണ് കഴിഞ്ഞ വർഷം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം നൽകിയത്. ഏതായാലും കാലാവധി അവസാനിക്കാൻ ഇനിയും വർഷങ്ങൾ ബാക്കി നിൽക്കെ ഈ രാജി ഖുശ്ബുവിന് ഒരു തലവേദനയാകുമെന്നതിൽ സംശയം വേണ്ട. അതേസമയം കോൺഗ്രസ് തമിഴ്നാട് ഘടകവുമായി നിലനിന്ന വിയോജിപ്പാണ് പാർട്ടി വിടാൻ താരത്തെ പ്രേരിപ്പിച്ചത്. മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റിന് ശ്രമിച്ചുവെങ്കിലും ലഭിക്കാത്തതിനാൽ നടിക്ക് അതൃപ്തിയുണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ട് ഖുശ്ബു ബി.ജെ.പി.യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ അന്നു തന്നെ ശക്തമായിരുന്നു. പിന്നീട് അത് തന്നെ സംഭവിച്ചതാണ് നാം കണ്ടത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഖുശ്ബു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ളവർ വേണമെന്നും മോദി രാജ്യത്തെ ശരിയായ പാതയിൽ നയിക്കുന്നുവെന്നും പാർട്ടി നൽകിയ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് പൂർണ്ണമായി ശ്രമിക്കുമെന്നും പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രാദേശിക ഘടകങ്ങളുമായി ബന്ധമില്ലാത്ത ചിലരുടെ ഇടപെടൽ മൂലമാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും അവർ പാർട്ടി വിട്ട ശേഷം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു.